യൂട്യൂബ് ചാനൽ സെന്റ് ജോസഫ്സ് അക്കാഡമി കുറുമശ്ശേരി. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. സോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യും. നമസ്കാരം മക്കളെ, എന്താ മക്കളെ നമ്മുടെ മാത്സ് പഠനമൊക്കെ? നാളെ എക്സാം, ഇക്വേഷൻ ഒക്കെ പഠിച്ചോ? എല്ലാവരും ഇക്വേഷൻ ആദ്യം എഴുതി പഠിക്കട്ടോ. എല്ലാ ഇക്വേഷനും, ഇപ്പൊ അരിത്മെറ്റിക് സീക്വൻസ് ആയിക്കോട്ടെ, ട്രിഗണോമെട്രി ആയിക്കോട്ടെ, സോളിഡ്സ് ആയിക്കോട്ടെ, കോർഡിനേറ്റ്സ് ആയിക്കോട്ടെ, എല്ലാ ചാപ്റ്ററിന്റെയും ഇക്വേഷൻസ് എന്ത് ചെയ്യാം? എഴുതി പഠിക്കാം. അതുപോലെ തന്നെ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസുകളോ നല്ല രീതിയിൽ വരച്ച് തന്നെ പഠിക്കണം കേട്ടോ. നമുക്ക് പ്രോബ്ലംസ് കുറച്ച് ചെയ്ത് പഠിക്കാം. ഞാനിപ്പോ ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ആ 10 ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് പഠിക്കാം. ഇതേതാ ക്വസ്റ്റ്യൻ, ഇതേതാ ചാപ്റ്റർ നോക്കിയേ? അരിത്മെറ്റിക് സീക്വൻസ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഓൾജിബ്രിക് ഫോം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 2n+3. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം അഥവാ ബീജഗണിത രൂപം 2n+3 എന്ന് തന്നിരിക്കുന്നു. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കണ കാര്യം. നമുക്കിവിടെ 2 കാര്യങ്ങളാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. എന്തൊക്കെയാ? വാട്ട് ഈസ് ദി കോമൺ ഡിഫറൻസ്? ഇതിന്റെ പൊതു വ്യത്യാസം എന്താണെന്നാണ് എ ക്വസ്റ്റ്യൻ. നമുക്ക് ഏതൊരു അരിത്മെറ്റിക് സീക്വൻസ് എടുത്താലും അതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്നിന്റെ കൂടെ വരുന്ന ടേം ആയിരിക്കും. അതായത് ഓൾജിബ്രിക് ഫോമിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് an+b ആണ്. ഇതിൽ എന്നിന്റെ കൂടെ വരുന്ന നമ്പർ എത്രയാണോ അതായിരിക്കും എന്ത് നമ്മുടെ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാ? 2. ഇതാണ് നമ്മുടെ എ ക്വസ്റ്റിന്റെ ആൻസർ. ഇനി നമുക്ക് ബി ക്വസ്റ്റിലേക്ക് പോവാം. ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാണ് വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ 10th ആൻഡ് 2nd ടേം? 10ാം പദവും 2ാം പദവും തമ്മിലുള്ള വ്യത്യാസം. ഞാനത് മാത്തമെറ്റിക്കലി എഴുതാണ്. 10ാം പദത്തെ x10 എന്ന് എഴുതി, 2ാം പദത്തെയോ x2 എന്നും. 10ാം പദത്തിൽ നിന്ന് 2ാം പദം കുറച്ചു. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? അതായത് ഫസ്റ്റ് ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈം കണ്ടുപിടിക്കണ എങ്ങനെയാ? ഫസ്റ്റ് ടൈമിന്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് കൂട്ടി. ഫസ്റ്റ് ടൈമിൽ നിന്ന് 10th ടൈം കണ്ടുപിടിക്കണ എങ്ങനെയാ? ഫസ്റ്റ് ടൈമിന്റെ കൂടെ 9 കോമൺ ഡിഫറൻസ് കൂട്ടി. അങ്ങനെയെങ്കിൽ 10th ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈം കുറച്ചാൽ എന്ത് കിട്ടും? 10 - 2 എത്രയാ? 8d ആണ് ഇവിടെ ലഭിക്കുക. ചുരുക്കി പറഞ്ഞാൽ 10ാമത്തെ ടൈമിൽ നിന്ന് 2ാമത്തെ ടൈം കുറച്ചാൽ 8d അഥവാ 8 കോമൺ ഡിഫറൻസ് കിട്ടും. നമ്മൾ എ ക്വസ്റ്റ്യനിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. എത്രയാ? 2. അങ്ങനെയെങ്കിൽ 8 × 2 എത്രയാ? 16. ഇതാണ് നമ്മുടെ ബി ക്വസ്റ്റ്യൻ ആൻസർ. നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സാധാരണ 2 മാർക്കിനാണ് ചോദിക്കുക. 1 മാർക്ക് എ ക്വസ്റ്റ്യനും 1 മാർക്ക് ബി ക്വസ്റ്റ്യനും. ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. അതായത് ഓൾജിബ്രിക് ഫോമിനെ കണക്ട് ചെയ്യണ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും വരും. ഇതായിട്ട് കണക്ട് ചെയ്യണ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഓൾജിബ്രിക് ഫോമിന്റെ ജനറൽ ഫോർമാറ്റ് എന്താ? an+b. ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ എന്നിന്റെ കൂടെ വരുന്ന നമ്പർ ആണെന്ന് ഞാൻ പറഞ്ഞു, അതായത് എ. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമും നമുക്ക് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാനായിട്ട് വേറൊന്നും ചെയ്യേണ്ട, ഈ എയും ബിയും കൂടി കൂട്ടിയാൽ മതി. a+b ആണെന്ത് ഫസ്റ്റ് ടൈം ആയിട്ട് വരിക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിന്റെ ചിഹ്നം കൂടി. എപ്പോഴും ഇവിടെ പോസിറ്റീവ് നമ്പർ ആവണം എന്നില്ല, ചിലപ്പോൾ നെഗറ്റീവുകൾ വരാം. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യാം. ഞാനൊരു ഉദാഹരണം കാണിക്കാം. ഇങ്ങനെയാണ് വന്നിരുന്നതെങ്കിലോ -3n+5 എന്നാണ് വന്നിരുന്നെങ്കിലോ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? -3 ആയിരിക്കും. അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്കെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വരയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സർക്കിൾ എന്ന ചാപ്റ്ററിൽ തന്നെ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യനാണ്. ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് സൈഡ് 6 cm and 4 cm. കൺസ്ട്രക്ട് എ സ്ക്വയർ whose area equal to area of the rectangle. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് 99.9% ഈ ഒരു ക്വസ്റ്റ്യൻ വരും. ഈ ഒരു അളവിലായിരിക്കില്ല ചോദിക്കുക, ചിലപ്പോൾ വേറെ അളവിലായിരിക്കും. പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നമുക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ ഇതിന്റെ ആദ്യ ഭാഗത്തിലേക്ക് പോവാണ്. ഒരു റെക്ടാംഗിൾ വരയ്ക്കാണ്. അതിന്റെ ലെങ്ത് എന്താ? സൈഡ് എന്തൊക്കെയാ? 6ഉം 4ഉം. ആദ്യം തന്നെ 6 സെന്റിമീറ്ററിൽ ഞാനൊരു വര വരച്ചു. ഇവിടെ 90 ഡിഗ്രി എടുത്തു, ഇവിടെ 90 ഡിഗ്രി എടുത്തു. അത് 4 സെന്റിമീറ്റർ ഉയർത്തി, ഇവിടെയും 4 സെന്റിമീറ്റർ ഉയർത്തി. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഒരു റെക്ടാംഗിൾ കംപ്ലീറ്റ് ചെയ്തു. ആദ്യ പകുതി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി 2ാം പകുതിയിലേക്ക് വരാം. 2ാം പകുതി എന്താ? സ്ക്വയർ വരയ്ക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇതിന്റെ ബ്രെഡ്ത്ത് എത്രയാണോ അത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, 4 സെന്റിമീറ്റർ. ഇനി ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. 6ഉം 4ഉം കൂട്ടുമ്പോൾ 10. 10ന്റെ മിഡ് പോയിന്റ് നമുക്ക് അറിയാൻ പറ്റും 5 എന്ന്. അപ്പോൾ ഇവിടെ നിന്ന് 5 സെന്റിമീറ്റർ മാറിയിട്ട് ആ പോയിന്റ് അടയാളപ്പെടുത്താം. സപ്പോസ് ഇവിടെ 6ഉം ഇവിടെ 3.5 ആണെന്ന് കരുതുക. അപ്പോൾ എന്ത് വരും? 9.5 അല്ലേ വരിക. അപ്പോൾ അതിന്റെ മിഡ് പോയിന്റ് നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. ഇവിടെ 10 സെന്റിമീറ്റർ ആയതുകൊണ്ട് കൃത്യം മിഡ് പോയിന്റ് ആയ 5 നമുക്ക് കിട്ടും. അതുകൊണ്ട് ഞാനിവിടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നില്ല.
ഇവിടെ കോമ്പസ് കുത്തുക, പെൻസിൽ ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക, എന്നിട്ട് ഒരു സെമി സർക്കിൾ ഇതുപോലെ വരയ്ക്കാം. അത് കൃത്യം ഈ ഒരു പോയിന്റിൽ വന്ന് നിൽക്കും. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം ഈ ഒരു വര കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ വര കുറച്ചുകൂടി മുകളിലോട്ടും ഉയർത്തുക. ഈ ഒരു പോയിന്റിന് ഞാൻ ഒരു പേര് കൊടുക്കാണ് AB. ഇതായിരിക്കും നമ്മൾ വരയ്ക്കാൻ പോകുന്ന സ്ക്വയറിന്റെ സൈഡായിട്ട് വരിക. മനസ്സിലായോ? അപ്പോൾ AB എന്ന ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കോമ്പസും പെൻസിലും ഉപയോഗിച്ച് എടുക്കുക. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ കുത്തിയിട്ട് ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് AB എന്ന ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ ആർക്ക് വരയ്ക്കുക. അതേ ഡിസ്റ്റൻസ് ഉപയോഗിച്ച് ഈ പോയിന്റിൽ നിന്നും ആർക്ക് വരയ്ക്കുക, ഈ പോയിന്റിൽ നിന്നും ആർക്ക് വരയ്ക്കുക. ഈ ആർക്കുകളെല്ലാം എന്ത് ചെയ്യുക? കണക്ട് ചെയ്ത് വരയ്ക്കാം. ഇപ്പോൾ നമുക്കൊരു സ്ക്വയർ കിട്ടിയില്ലേ? ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ എന്തായിരിക്കും? നമ്മൾ ആദ്യം വരച്ച റെക്ടാംഗിളിന്റെ ഏരിയക്ക് തുല്യമായിരിക്കും. അവസാനം നിങ്ങൾ ഒരു കാര്യം കൂടി എഴുതണം, ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി സ്ക്വയർ എന്ന്. അത് നിങ്ങൾ എഴുതാൻ വിട്ടുപോകരുത്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ക്വയർ ഷെയ്ഡും ചെയ്യാം. അത് നിങ്ങളുടെ സമയത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. സമയം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. വേണമെങ്കിൽ ഒരു പേരും കൂടി കൊടുക്കാം, ABCD. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മക്കളെ, അടുത്ത ക്വസ്റ്റ്യനും കൺസ്ട്രക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് വരയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഡ്രോ എ സർക്കിൾ വിത്ത് റേഡിയസ് 3 cm. Draw a triangle in which two angles are 40 degree and 70 degree and vertices are point on the circle. ശ്രദ്ധിക്കുക, സർക്കിളിലും ടാൻജന്റിലും ഇതുപോലെ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. സർക്കിളിലെ ക്വസ്റ്റ്യനും ടാൻജന്റിലെ ക്വസ്റ്റ്യനും തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ദൗത്യം. ഇവിടെ വെർട്ടിസസ് ആർ പോയിന്റ് ഓൺ ദി സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിളിൽ വെർട്ടിക്സ് ടച്ച് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അതായത് ഇതുപോലെ ആയിരിക്കും പടം വരിക. സർക്കിളിന്റെ അകത്ത് ട്രയാങ്കിൾ. ചിലപ്പോൾ ഇങ്ങനെ പറയാം, സൈഡ് ടച്ചിങ് ദി സർക്കിൾ എന്ന് പറയുകയാണെങ്കിലോ അവിടെ ടാൻജന്റ് ആണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ സർക്കിളിന്റെ അകത്ത് ട്രയാങ്കിൾ വരയ്ക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ആംഗിളുകളുടെ ഇരട്ടി എടുക്കണം. അതായത് 40ന്റെ ഇരട്ടി 80ഉം 70ന്റെ ഇരട്ടി 140ഉമാണ് നമ്മൾ എടുക്കേണ്ട ആംഗിൾസ്. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ തന്നിരിക്കുന്ന മെഷർമെന്റ് ആയ 3 സെന്റിമീറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിളിന്റെ റേഡിയസ് എത്രയാ? 3 അല്ലേ? അപ്പോൾ 3 സെന്റിമീറ്ററിൽ ഒരു വൃത്തം വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യ ദൗത്യം. അതിനുശേഷം അതിന്റെ റേഡിയസ് അടയാളപ്പെടുത്തി. പിന്നീട് ഈ ഒരു പോയിന്റിൽ പൊട്രാക്ടർ വെച്ചിട്ട് 80 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പൊട്രാക്ടറിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് തെറ്റണ 2 ആംഗിളാണ്. 80 എടുക്കേണ്ടടുത്ത് 100 എടുക്കും, 100 എടുക്കേണ്ടടുത്ത് 80 എടുക്കും. നിങ്ങൾ ഈ ലൈനിലാണ് പൊട്രാക്ടർ വയ്ക്കുന്നതെങ്കിൽ അത് 0യിൽ നിന്ന് എണ്ണി തുടങ്ങി 80 എവിടെയാണോ വരുന്നത് അവിടെ വരെയാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ടത്തിൽ തോന്നണം 90 ഡിഗ്രിയേക്കാൾ താഴെയാണെന്ന്. ഇത് നിങ്ങൾക്ക് അറിയാം, 80 ഡിഗ്രി 90-നേക്കാൾ താഴെയാണ്. ചിലർ ഇവിടെ കൊണ്ടുവരിക്കും 100 ഡിഗ്രി വരയ്ക്കേണ്ടത്. അങ്ങനെ ഒരു തെറ്റ് നിങ്ങൾ വരുത്താണ്ട് ശ്രമിക്കാം. ഓക്കെ, ഈ ഒരു ആംഗിൾ എന്താ? 80 ഡിഗ്രി. ഇനി ഈ ഒരു പോയിന്റിൽ പൊട്രാക്ടർ വയ്ക്കുക, ഈ ഒരു ലൈനിൽ. അതിനുശേഷം 140 ഡിഗ്രി എടുക്കുക. 140 ഡിഗ്രി എടുത്തു. ഇനി നിങ്ങൾ നോക്കേണ്ടത് സർക്കിളിൽ 3 പോയിന്റുകൾ കിട്ടിയിട്ടുണ്ടോ എന്നാണ്. 3 പോയിന്റുകൾ കിട്ടിയിട്ടുണ്ടോ? 1 2 3. ഈ 3 പോയിന്റുകൾ കണക്ട് ചെയ്ത് വരിക. എന്നിട്ട് പേര് കൊടുക്കുക, ABC. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആംഗിൾസ് നമ്മളിവിടെ മെഷർ ചെയ്യണം. അതായത് തന്നിരിക്കുന്ന ആംഗിൾ ആയിരിക്കുക 40ഉം 70ഉം. 80 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണോ അതാണ് 40. അതുപോലെ തന്നെ 140ന് ഓപ്പോസിറ്റ് ഏതാണോ അതാണ് 70. ഓക്കെ, ഞാനൊരു കൺസെപ്റ്റ് കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇതായിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ഥിരം 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഒരു സർക്കിൾ, അതിന്റെ ഒരു കോഡ് വരച്ചു. ഈ കോഡ് സർക്കിളിന്റെ സെന്ററിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ 100 ഡിഗ്രി ആണ് എങ്കിൽ അതേ കോഡ് ഉപയോഗിച്ച് നമ്മൾ സർക്കിളിലേക്ക് വരയ്ക്കുന്ന എല്ലാ ആംഗിളും എന്തായിരിക്കും? അതിന്റെ നേർ പകുതിയായിരിക്കും. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഒരു ആംഗിൾ വരയ്ക്കുകയാണെങ്കിൽ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റും. അതായത് എല്ലാ ഓപ്പോസിറ്റ് ആംഗിളുകൾ കൂട്ടുമ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇത് 50 ആണെങ്കിൽ എത്രയായിരിക്കും? 130 ആയിരിക്കും. 180 50 കുറയ്ക്കുമ്പോൾ 130 ഡിഗ്രി. ഇത് 2 മാർക്കിനൊക്കെ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാറുണ്ട്. ഈ പടം 4 മാർക്കിന്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ പ്രോബബിലിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇത് ചോദിക്കുകയാണെങ്കിൽ 4 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ ആയിരിക്കും ചോദിക്കാം. ഇവിടെ എന്താ പറയണേ? ഇൻ എ ക്ലാസ് ഓഫ് 16 സ്റ്റുഡൻസ് 30 are boys
ഇൻ അനദർ ക്ലാസ് ഓഫ് 15 സ്റ്റുഡൻസ് 20 ആർ ഗേൾസ്. ഇത് കാണുമ്പോൾ തന്നെ ഈ ഒരു വിവരം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒരു റഫായിട്ടൊരു ഫിഗറിൽ വരയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് ഫസ്റ്റ് ക്ലാസ്, ഇത് സെക്കൻഡ് ക്ലാസ്. ബോയ്സിന്റെ എണ്ണം, ഗേൾസിന്റെ എണ്ണം, ടോട്ടല്. ഇവിടെയും ബോയ്സിന്റെ എണ്ണം, ഗേൾസിന്റെ എണ്ണം, ടോട്ടല്. ആദ്യത്തെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 60 കുട്ടികളാണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടോട്ടലിന്റെ സ്ഥാനത്ത് 60 എന്ന് എഴുതാം. അതുപോലെ തന്നെ ആ ക്ലാസ്സിൽ എത്ര ആൺകുട്ടികളുണ്ട്? 30 ആൺകുട്ടികളാണ്. ടോട്ടൽ 60 എന്ന് പറയുമ്പോൾ 30 ആൺകുട്ടികൾ വരുമ്പോൾ എത്ര ഗേൾസ് ഉണ്ടാവും? പെൺകുട്ടികളുടെ എണ്ണവും 30 തന്നെ ആയിരിക്കില്ലേ? അതെ. ഇനി മറ്റേ ക്ലാസ്സിൽ നോക്കിയേ, ഇൻ അനദർ ക്ലാസ് 15 സ്റ്റുഡൻസ്, 50 കുട്ടികളുണ്ട്. അതിൽ 20 പേര് ഗേൾസ് എന്ന് പറയുന്നത്. എത്ര ഗേൾസ് ഉണ്ട്? പെൺകുട്ടികളുടെ എണ്ണം എത്രയാ? 20. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ബോയ്സിന്റെ ആൺകുട്ടികളുടെ എണ്ണം എത്രയായിരിക്കും? 30 ആയിരിക്കും. ഈ വിവരങ്ങൾ എടുത്തെഴുതുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ ദൗത്യം. ഇതുപോലെ പടം വരയ്ക്കണം എന്നില്ല, പക്ഷേ മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ അത് ഉത്തരക്കടലാസിൽ എഴുതുകയാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും. ഇനി നമുക്ക് സബ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ 1 സ്റ്റുഡന്റ് ഈസ് സെലക്ടഡ് ഫ്രം ഈച്ച് ക്ലാസ്. 2 ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടികളെ വീതം സെലക്ട് ചെയ്തു. ചിലപ്പോൾ 2 ക്ലാസ്സിൽ നിന്നും 2 ആൺകുട്ടികളെ ആവാൻ സെലക്ട് ചെയ്യാം. 2 ക്ലാസ്സിൽ നിന്ന് ഓരോ ആൺകുട്ടികളെ വീതമായിരിക്കും സെലക്ട് ചെയ്യാം. 2 ക്ലാസ്സിൽ നിന്ന് ഓരോ പെൺകുട്ടികളെ സെലക്ട് ചെയ്യാം. ചിലപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് ആൺകുട്ടിയും രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് പെൺകുട്ടിയെ സെലക്ട് ചെയ്യാം. ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് പെൺകുട്ടിയും രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് ആൺകുട്ടിയെ സെലക്ട് ചെയ്യാം. അങ്ങനെ ഏത് രീതി വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നു, നോക്കിയേ, ഹൗ മെനി പേഴ്സ് ആർ പോസിബിൾ. ശ്രദ്ധിക്കുക, പേഴ്സിന്റെ എണ്ണം ചോദിച്ചാൽ ഇവിടത്തെ ടോട്ടൽ എണ്ണവും ഗുണിച്ചാൽ മതി. 60 × 50 ചെയ്യാം. എത്ര വരും? 300 എന്ന ആൻസർ വരും. 3000 എന്നല്ല, 3000 എന്ന ആൻസർ വരും. 60 × 50 ചെയ്താൽ എന്ത് വരും? 3000 എന്ന ആൻസർ വരും. അത്രയും രീതിയിൽ പെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ബി ക്വസ്റ്റിലേക്ക് പോകാം. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് 1 ബോയ് ആൻഡ് 1 ഗേൾ. പ്രോബബിലിറ്റി ആണ് ചോദിച്ചേ. 1 ബോയ് ആൻഡ് 1 ഗേൾ. അതായത് ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് ഞാൻ ആൺകുട്ടിയെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് ആരെയാണ് സെലക്ട് ചെയ്യേണ്ടത്? പെൺകുട്ടിയെ. എന്നാലല്ലേ 1 ബോയ് ആൻഡ് 1 ഗേൾ ആവുള്ളൂ. അതെത്രയാ? 30 × 20. അതായത് ഇവിടുത്തെ ബോയും ഇവിടുത്തെ ഗേളും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 30 × 20 പ്ലസ് ഇവിടുത്തെ ഗേളും ഇവിടുത്തെ ബോയും തിരിച്ചു ആയിക്കൂടെ? രണ്ടാമത്തെ ക്ലാസ്സിലെ ആൺകുട്ടിയും ആദ്യത്തെ ക്ലാസ്സിലെ പെൺകുട്ടിയും സെലക്ട് ചെയ്തൂടെ? അപ്പൊ എന്ത് വരും? 30 × 30. പ്രോബബിലിറ്റി ആയതുകൊണ്ട് ടോട്ടൽ വച്ച് ഹരിക്കണം. ടോട്ടൽ എത്രയാ? 3000. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. 30 × 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600. 30 × 30 എന്ന് പറഞ്ഞാൽ 900 ഡിവൈഡഡ് ബൈ 3000. എന്തുവരും? 1500 ഡിവൈഡഡ് ബൈ 3000. ഇതിനെ വെട്ടിച്ചെറുതാക്കുമ്പോ എന്തുവരും? ഇതിനെ വെട്ടിച്ചെറുതാക്കുമ്പോ 15/30 അഥവാ 1/2 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അതായത് ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് ആൺകുട്ടിയും രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് പെൺകുട്ടിയും സെലക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ തിരിച്ചു പറയാം, ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് പെൺകുട്ടിയും രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് ആൺകുട്ടിയും സെലക്ട് ചെയ്യാനുള്ള സാധ്യത അഥവാ പ്രോബബിലിറ്റി എന്തായിരിക്കും? 1/2 ആയിരിക്കും. ഇനി നമുക്ക് സി ക്വസ്റ്റ്യനിലേക്ക് പോകാം. സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്. ബോത്ത് ബോയ്സ്, രണ്ടുപേരും ആൺകുട്ടികളാവണം. അതായത് ഇവിടുത്തെ ആൺകുട്ടിയെ സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടത്തെയും ആര് തന്നെ സെലക്ട് ചെയ്യണം? ആൺകുട്ടിയെ തന്നെ സെലക്ട് ചെയ്യണം. അതായത് ആൺകുട്ടികളുടെ എണ്ണം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 30 × 30/3000. നമുക്ക് ഈ 0 വെട്ടാം, ഈ 0 വെട്ടാം. 3 × 3 എത്രയാ? 9/30. 9/30 വേണമെങ്കിൽ നമുക്ക് 3 വെച്ച് വെട്ടി ചെറുതാക്കാം. എത്ര വരും? 3/10. വെട്ടി ചെറുതാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ 9/30 എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. സപ്പോസ് ഇവിടെ ചോദിക്കാത്തൊരു ചോദ്യമാണ്, ബോത്ത് ബീയിങ് ഗേൾസ് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഉത്തരം? ഇവിടുത്തെ ഗേൾസിന്റെയും ഇവിടുത്തെ ഗേൾസിന്റെയും എണ്ണം മൾട്ടിപ്പിൾ ചെയ്യാം. 30 × 20 ഡിവൈഡഡ് ബൈ 3000 ചെയ്താൽ മതി. ഓക്കെ, ഇനി ഡി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈനൽ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഗേൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ബോയ്. ഇത് ചോദിക്കാം. അതായത് ഒരു പെൺകുട്ടിയെങ്കിലും വരാനുള്ള സാധ്യത. ശ്രദ്ധിക്കുക, 4 രീതിയിൽ നമുക്ക് ഇതിനെ കാറ്റഗറൈസ് ചെയ്യാം. 1 ബോയ് 1 ഗേൾ ഒന്നാമത്തെ. രണ്ടാമത്തെയോ 1 ഗേൾ 1 ബോയ്. മൂന്നാമത്തെയോ 2 ബോയ്സ്. നാലാമത്തെയോ 2 ഗേൾസ്. ഇതിൽ അറ്റ്ലീസ്റ്റ് 1 ഗേൾ എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? അറ്റ്ലീസ്റ്റ് 1 ഗേൾ എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? രണ്ടും പെൺകുട്ടിയാവാം. ആദ്യത്തെ പെൺകുട്ടിയും രണ്ടാമത്തെ ആൺകുട്ടിയും ആവാം. ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് പെൺകുട്ടിയും രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് ആൺകുട്ടിയും ആവാം. നേരെ തിരിച്ച്
ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് ആൺകുട്ടിയും രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് പെൺകുട്ടിയും ആവും. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ആരാ വരാത്ത? 2 ബോയ്സ് അല്ലേ വരാത്തെ? അപ്പൊ 2 ബോയ്സ് വരാതിരിക്കാനുള്ള സാധ്യത നോക്കിയാ പോരെ. 2 ബോയ്സ് വരണ സാധ്യത എത്രയാ? 3/10. അപ്പൊ 2 ബോയ്സ് വരാതിരിക്കാനുള്ള സാധ്യത എത്രയാ? 1 - 3/10. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? 7/10. ഇതാണ് ഇതിന്റെ ഉത്തരം. ക്ലിയർ ആയോ? അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ ചിലപ്പോ ഇത് ക്ലാസിന്റെ കാര്യമാണ് ഇവിടെ ചോദിച്ചേ. ചിലപ്പോൾ ക്ലാസിന്റെ കാര്യമായിരിക്കില്ല ചോദിക്കുക. ഒരു ബോക്സിൽ പച്ച മുത്തുകളും ചുവന്ന മുത്തുകളും ഉണ്ട്, എണ്ണം തന്നിട്ടുണ്ടാവും. മറ്റൊരു ബോക്സിൽ പച്ച മുത്തുകളും ചുവന്ന മുത്തുകളും എണ്ണം തന്നിട്ടുണ്ടാവും. എന്നിട്ട് ഓരോ മുത്തെടുത്താൽ 2ഉം ചുവപ്പാകാനുള്ള സാധ്യതയുണ്ട്, ഒരെണ്ണമെങ്കിലും ചുവപ്പാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചോദിക്കാം. അതുപോലെ തന്നെ കൊട്ടയിൽ ആപ്പിളും ഓറഞ്ചും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അതും സെയിം പാറ്റേണിൽ തന്നെ ഈ രീതിയിൽ തന്നെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ഡിഗ്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. The perimeter of a rectangle is 24 centimeter and its area 35 centimeter square. ഒരു ചതുരം, ഇതിന്റെ പെരിമീറ്റർ 24 സെന്റിമീറ്റർ എന്നും ഏരിയ 35 സെന്റിമീറ്റർ സ്ക്വയർ എന്നും തന്നിരിക്കുന്നു. ഓക്കെ, നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് L+B എന്താണെന്നാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറയാം. പെരിമീറ്ററും ഏരിയയും തരുന്ന ക്വസ്റ്റ്യന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. പെരിമീറ്ററും ഏരിയയും തരുമ്പോൾ L+B, അതായത് നീളവും വീതിയും കൂടി കൂട്ടിയാൽ കിട്ടുന്നത് പെരിമീറ്ററിന്റെ പകുതിയായിരിക്കും. പെരിമീറ്റർ ഇവിടെ എത്രയാ? 24 സെന്റിമീറ്റർ അല്ലേ? പെരിമീറ്ററിന്റെ പകുതി എത്രയാ? 12 സെന്റിമീറ്റർ. മക്കളെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും മാത്സിന് നിങ്ങൾ യൂണിറ്റ് എഴുതണം. ഇപ്പോൾ ആംഗിൾ ആണെങ്കിൽ ഡിഗ്രി, ഏരിയ ആണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ, പെരിമീറ്റർ ഒക്കെ ആണെങ്കിൽ സെന്റിമീറ്റർ അല്ലെങ്കിൽ മീറ്റർ, എന്തിന്റെ ആണെങ്കിലും നിങ്ങൾ യൂണിറ്റ് എഴുതണം. യൂണിറ്റ് എഴുതിയിൽ നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതൊരു ക്വസ്റ്റിനും യൂണിറ്റ് ഉണ്ട് എങ്കിൽ അത് നിങ്ങൾ നിർബന്ധമായും പേപ്പറിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോ എ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. ബി ക്വസ്റ്റ്യൻ നോക്കി. ഇഫ് ദ ലെങ്ത് ഈസ് എക്സ്, ലെങ്ത് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ബ്രെഡ്ത്ത്? ബ്രെഡ്ത്ത് എന്തായിരിക്കും? 12 - x ആയിരിക്കും. കാരണം ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി കൂട്ടിയാൽ 12 അല്ലേ? അതിൽ ലെങ്ത് എക്സ് ആവുകയാണെങ്കിൽ ബ്രെഡ്ത്ത് എന്തായിരിക്കും? 12 - x. ഇതാണ് ബി ക്വസ്റ്റ്യൻ ആൻസർ. സി ക്വസ്റ്റ്യൻ, ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രൂപീകരിച്ച് നീളവും വീതിയും കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. ഒരു ഷോർട്ട് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഏരിയയും പെരിമീറ്ററും റെക്ടാങ്കിളും തന്നിട്ട് ചോദിക്കുകയാണ് എങ്കിൽ അത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. x² - xs + a = 0. ഞാൻ എടുത്തു പറയുന്നു, ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്ററും ഏരിയയും തന്നിട്ട് അതിന്റെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രൂപീകരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. x² - xs + a = 0. ഇതിൽ a എന്ന് പറയുന്നത് ഏരിയ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ s എന്താ? s എന്ന് പറഞ്ഞാൽ എന്താ? സെമി പെരിമീറ്റർ അഥവാ പെരിമീറ്ററിന്റെ പകുതി. അപ്പോ s ഇവിടെ എത്രയാ? 12 സെന്റിമീറ്റർ. ഇവിടെ എന്ത് വരും? x² - 12x + 35 = 0. ഇനി നിങ്ങൾക്ക് പല രീതിയിൽ ഇത് സോൾവ് ചെയ്യാം. -b +or- വെച്ച് ചെയ്യാം, വേണമെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യാം. ഞാനത് പറഞ്ഞുതരാം. കൂട്ടുമ്പോൾ എക്സിന്റെ വാല്യൂ ഡയറക്റ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്, ഫാക്ടറൈസേഷൻ അല്ല. എക്സിന്റെ വാല്യൂ ഡയറക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് കൂട്ടുമ്പോൾ ഇവിടെ ഉള്ളതിന്റെ ഓപ്പോസിറ്റ് സൈൻ വരണം. -12ന്റെ ഓപ്പോസിറ്റ് സൈൻ എന്താ? +12. ഗുണിക്കുമ്പോ ഇവിടെ ഉള്ള സെയിം നമ്പർ 35. കൂട്ടുമ്പോൾ 12ഉം ഗുണിക്കുമ്പോൾ 35ഉം. ചെറിയ നമ്പർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. വലിയ നമ്പർ ആണെങ്കിൽ നമുക്ക് -b +or- സ്ക്വയർ കംപ്ലീഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ നമുക്ക് കിട്ടുന്ന നമ്പറാണ്. കൂട്ടുമ്പോൾ 17ഉം ഗുണിക്കുമ്പോൾ 35 കിട്ടുന്ന നമ്പർ ഏതൊക്കെയാ? 7ഉം 5ഉം അല്ലേ? 7ഉം 5ഉം അല്ലേ? 7ഉം 5ഉം. 7ഉം 5ഉം കൂട്ടുമ്പോൾ എത്രയാ? 12. 7 × 5 എത്രയാ? 35. ഇതിൽ വലിയ അളവ് ഏതാണോ അതാണ് ലെങ്ത്, സെന്റിമീറ്റർ. ചെറിയ അളവായിരിക്കും എന്ത്? ബ്രെഡ്ത്ത്. ഓക്കെ, അപ്പോ ഇത്തരത്തിലൊരു ചോദ്യം കാണുകയാണെങ്കിൽ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന്, അതായത് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് നോക്കിയേ, ട്രിഗണോമെട്രി ആണ്. എന്തായാലും ട്രിഗണോമെട്രിയിൽ നിന്ന് ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും. അത് ഇത്തവണ മോഡൽ എക്സാമിന് ചോദിച്ചത് എലിവേഷനും ഡിപ്രഷനും കണക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ തവണ എലിവേഷൻ തന്നെയാണ് ചോദിക്കാറ്. ഡിപ്രഷൻ ചോദിക്കില്ല എന്നല്ല, ചോദിക്കാറുണ്ട്. ഇത്തവണ മോഡലിന് വരെ നിങ്ങൾക്ക് എലിവേഷനും ഡിപ്രഷനും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. എ ബോയ്
സ്റ്റാൻഡിങ് അറ്റ് വൺ ബാങ്ക് ഓഫ് എ റിവർ സി ദി ടോപ്പ് ഓഫ് എ ട്രീ ഓൺ ദി അതർ ബാങ്ക് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രി. ഒരു നദിയുടെ തീരത്ത് നിൽക്കുന്ന ഒരു കുട്ടി, ഇതൊരു റിവറാണ്. ഇവിടെ ഒരു കുട്ടി നിൽക്കുന്നു. കുട്ടിയുടെ ഹൈറ്റ് ചിലപ്പോൾ തരും, ഇവിടെ തന്നിട്ടില്ല. ഇവിടെ ആയിട്ട് ഒരു ട്രീ ഉണ്ട്. നദിയുടെ മറുകരയിൽ ഒരു ട്രീ ഉണ്ട്. ഇവിടെ നിന്നും ആ ഒരു കുട്ടി ട്രീയുടെ ടോപ്പിലേക്ക് നോക്കുന്നു. കുട്ടിയുടെ ഹൈറ്റ് തരാത്തതുകൊണ്ട് നമ്മളത് കാണിക്കണ്ട. ഹൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് കാണിക്കണം, ഹൈറ്റ് കാണിക്കണം. അവർ എത്ര ആംഗിൾ കണ്ടേ? 60 ഡിഗ്രി ആംഗിളിലാണ് കണ്ടത്. ഓക്കെ, ഇതാണ് ആദ്യ പകുതി. ഇനി രണ്ടാം പകുതി നോക്കിയേ. സ്റ്റെപ്പിംഗ് 24 സെന്റിമീറ്റർ അല്ല, മീറ്റർ എന്നാണ് ഇവിടെ. 24 മീറ്റർ ബാക്ക് ഹി സീ ദി ടോപ്പ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 30 ഡിഗ്രി. 24 മീറ്റർ പിന്നിലോട്ട് മാറിയപ്പോൾ, ഇത്രയാണ് ഏകദേശം 24 മീറ്റർ വരിക. 24 മീറ്റർ പിന്നിലോട്ട് മാറി അവൻ അതേ ട്രീയെ നോക്കി കണ്ടത് എത്ര ആംഗിളിലാ? 30 ഡിഗ്രിയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാണ് ഡ്രോ എ റഫ് സ്കെച്ച്. നമ്മൾ റഫ് സ്കെച്ച് വരച്ചു. ക്വസ്റ്റ്യൻ ആൻസർ ആയി. വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ട്രീ? വേണമെങ്കിൽ വിഡ്ത്ത് ഓഫ് ദി റിവറും ചോദിക്കാം. ഇത് ചോദിക്കുമ്പോൾ ഒരു ഷോർട്ട് ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്. ഇത് മിക്കവാറും നിങ്ങൾക്ക് ഈ ഒരു ആശയത്തെ കണക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത് ചോദിക്കാനും സാധ്യത. രണ്ട് ആംഗിളോട് തന്നിട്ടുണ്ട്, 60 ഡിഗ്രി 30 ഡിഗ്രി. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ആംഗിളിന്റെ ഇരട്ടിയാണോ മറ്റേ ആംഗിളിന്? അല്ലേ, 30ന്റെ ഇരട്ടിയല്ല 60. അപ്പോൾ ഒരു ആംഗിളിന്റെ ഇരട്ടിയാണ് മറ്റേ ആംഗിൾ. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഞാൻ ഈ പറയുന്ന സ്പെഷ്യൽ കേസ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ 35ഉം ഇവിടെ 60 ആണെങ്കിൽ പറ്റില്ല. 40ഉം 80ഉം ആണെങ്കിൽ പറ്റും. 35 70 ആണെങ്കിലും പറ്റും. അപ്പോൾ ഒരു ആംഗിളിന്റെ ഇരട്ടിയാണോ മറ്റേ ആംഗിൾ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒരു ഐസോസിലസ് ട്രയാംഗിൾ ഒളിഞ്ഞെടുക്കണം. ആ ഒരു ഐസോസിലസ് ട്രയാംഗിൾ ഇവിടെ ആയിട്ടായിരിക്കും വരാം. ഈ ട്രയാംഗിൾ ആയിരിക്കും ഐസോസിലസ്. അതിന്റെ ആംഗിൾ നമുക്കൊന്ന് നോക്കാം. ഇത് 60 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇത് അതിന്റെ ലീനിയർ പെയർ 120 ഡിഗ്രി ആയിരിക്കും. ഇത് 30ഉം ഇത് 120ഉം ആണെങ്കിൽ 180 ആയി മൊത്തം കൂട്ടുമ്പോൾ. മൊത്തം ആംഗിൾ എത്രയാണ്? 180 അല്ലേ? സ്വാഭാവികമായും ഈ ആംഗിൾ എത്രയായിരിക്കും? 30 ഡിഗ്രി. അപ്പോ ഈ ട്രയാംഗിൾ എന്ത് ട്രയാംഗിളാ? ഐസോസിലസ് അഥവാ സമപാർശ്വ ത്രികോണമാണ്. അതുകൊണ്ട് ഇതിന്റെ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കില്ലേ? 30ന്റെ ഓപ്പോസിറ്റ് ഈ സൈഡും 30ന്റെ ഓപ്പോസിറ്റ് ഈ സൈഡും ഈക്വൽ ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ലെങ്ത് എന്താ? 24 മീറ്റർ ആയിരിക്കും. ഞാൻ ഈ പേര് കൊടുക്കാണ് ഓരോ പോയിന്റുകൾക്ക്, ABCD. അപ്പോൾ AB-യുടെയും BD-യുടെയും ലെങ്ത് എത്രയാ? 24 മീറ്റർ. ഓക്കെ, ഇനി നമുക്ക് ഈ ട്രയാംഗിൾ എടുക്കാം. 2 എന്ന് എഴുതിയാണ് ട്രയാംഗിൾ. ഈ ട്രയാംഗിൾ BCD. ഇതിന്റെ ആംഗിൾ നോക്കിയേ. ഇത് 60 എന്ന് തന്നിട്ടുണ്ട്, ഇത് 90 ആയിരിക്കും. ഇതോ 30 ആണ്. ഇതിന്റെ ആംഗിൾസിന്റെ റേഷ്യോ എന്താ? 30 60 90 റേഷ്യോ എന്താ? 1:√3:2 ആയിരിക്കും. ഏതൊരു റൈറ്റ് ട്രയാംഗിളിന്റെയും ആംഗിൾസ് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി എന്നിങ്ങനെയാണ് പോകുന്നതെങ്കിൽ അതിന്റെ സൈഡിന്റെ റേഷ്യോ എന്തായിരിക്കും? 1:√3:2. 45 45 90 ആണെങ്കിലോ 1:1:√2 ആയിരിക്കും. അത് മാറിപ്പോയിരുന്നു. ഓക്കെ, ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് അറിയാം. നോക്കിയേ, 90ന്റെ ഓപ്പോസിറ്റ് 24 ആണ്. ഇവിടെയാണ് 90ന്റെ റേഷ്യോ വരേണ്ടത്. 90ന്റെ സ്ഥാനത്ത് 24 വന്നു. 2 എന്ത് വെച്ച് ഗുണിച്ചാൽ 24 വരും? സംശയമുള്ളവർ നോക്കിക്കോ. 24/2 ചെയ്താൽ മതി. 24/2 എത്രയാ? 12. സംശയം വരേണ്ട കാര്യമില്ല. 2 × 12 ആണ് 24. ആ നമ്പർ കിട്ടിയില്ലെങ്കിൽ, എവിടെ നിന്ന് 12 വന്നു എന്ന് കിട്ടാത്തവരുണ്ടെങ്കിൽ 24/2 ചെയ്താൽ മതി. അപ്പൊ 12 കിട്ടും. അതായത് 2നെ 12 വെച്ച് ഗുണിച്ചപ്പോഴാണ് എന്ത് കിട്ടുക? 24 കിട്ടുക. ആ 12 ഉപയോഗിച്ച് ഇവിടെയും ഗുണിക്കുക, ഇവിടെയും ഗുണിക്കുക. ഓക്കെ, അപ്പോൾ എന്ത് വന്നു? 30ന്റെ ഓപ്പോസിറ്റ് 12, 30ന്റെ ഓപ്പോസിറ്റ് 12, 60ന്റെ ഓപ്പോസിറ്റോ 12√3 മീറ്റർ. അപ്പോൾ ട്രീ എന്ത് കിട്ടി? 12√3 മീറ്റർ. നമുക്ക് SLC എക്സാം ആണ്. പല കുട്ടികൾക്കും ഇത് പെട്ടെന്ന് കിട്ടും. ഒന്നും കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടി ഒരു പൊടിക്കൈ കൂടി ഞാൻ പറയാം. അത് നിങ്ങൾക്ക് അവസാന ഒരു അസ്ത്രമായിട്ട് മാത്രം നിങ്ങൾ കണക്കാക്കുക. ഇതുപോലൊരു ക്വസ്റ്റ്യൻ കുട്ടിയുടെ ഹൈറ്റ് തന്നിട്ടില്ല എങ്കിൽ 60 30 വരുമ്പോൾ മാത്രം, 60 ഡിഗ്രി 30 ഡിഗ്രി വരുമ്പോൾ മാത്രമേ പറ്റുള്ളൂ. എത്ര മീറ്റർ ആണോ ആള് പുറകിലോട്ട് നീങ്ങിയത് അതിന്റെ പകുതി ആയിരിക്കും ഇവിടെ വരിക. ഇവിടേക്ക് മാറിയത് ഒരു 50 മീറ്റർ ആണെങ്കിലോ അതിന്റെ നേർ പകുതി എത്രയാ? 25 മീറ്റർ ആയിരിക്കും ഇവിടെ വരിക. ആ നമ്പറിനോട് കൂടി √3 മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടും ഹൈറ്റ്. കുട്ടിയുടെ ഹൈറ്റ് വന്നിട്ടുണ്ടെങ്കിലോ ആ 12√3യുടെ കൂടെ ഹൈറ്റ് ഓഫ് ദി ബോയിന്നും കൂടി എഴുതണം. മനസ്സിലായോ? അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഈ കുട്ടി 10 മീറ്റർ ആണ് പിന്നിലോട്ട് മാറിയതെങ്കിൽ റിവർ എത്രയായിരിക്കും? 5. ട്രീ എത്രയായിരിക്കും? 5√3 പ്ലസ് ഹൈറ്റ് ഓഫ് ദി ബോയ്.
ബോയുടെ ഹൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ അത് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. ഇത്ര എഴുതിയാൽ തന്നെ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, എങ്ങനെയുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ? നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സോളിഡിലെ ക്വസ്റ്റ്യനാണ്. പലരും സോളിഡ് ഒരു പഠിക്കാത്തൊരു ചാപ്റ്ററാണ്. കാരണം എന്താ? കുറെ ഇക്വേഷൻസ് ഉണ്ട്, കുറെ ടോപ്പിക് ഉണ്ട് എന്ന് കരുതി. പക്ഷേ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററുകൾ ഒന്നാണ് സോളിഡ്സ്. 13 മാർക്കാണ് നിങ്ങൾക്ക് മോഡൽ എക്സാമിന് ചോദിച്ചത്. 13 മാർക്ക് എന്ന് പറയുമ്പോൾ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 2 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ 3 ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. 3 ടോപ്പിക് ഏതൊക്കെയാ? സ്പിയർ ഉണ്ട്, സ്ക്വയർ പിരമിഡ് ഉണ്ട്, കോൺ ഉണ്ട്. ഇതിൽ 3-ൽ നിന്നും വരാം. വേണമെങ്കിൽ ചിലപ്പോൾ കമ്പൈൻഡ് ബോഡിയിൽ നിന്നും വരാം. ഒന്നിലധികം സോളിഡ് കമ്പൈൻ ചെയ്തിരിക്കുന്നതിൽ വരാം. ഇവിടെ നോക്കിയേ, എ ടെന്റ് ഈസ് ഇൻ ദി ഷേപ്പ് ഓഫ് എ കോൺ വിത്ത് ബേസ് റേഡിയസ് 20 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 15 സെന്റിമീറ്റർ. ഒരു കോൺ, ഞാൻ ഇവിടെ പടം വരയ്ക്കുകയാണ് റഫായിട്ട്. ഒരു കോൺ, ഇതാണ് കോണിന്റെ റഫ് ഫിഗർ. ഇവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത്. എ ടെന്റ് ഈസ് ദി ഷേപ്പ് ഓഫ് കോൺ വിത്ത് ബേസ് റേഡിയസ്, ഇതാണ് ബേസ് റേഡിയസ് വരിക, ബേസ് റേഡിയസ് 20 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് എന്താ? 15 സെന്റിമീറ്റർ. ഓക്കെ, എന്തായാലും ഇതൊരു ടെന്റ് അല്ലേ, അത്യാവശ്യം വലിപ്പം ഉണ്ടാവും. അപ്പൊ ഇത് എന്തായാലും സെന്റിമീറ്റർ ആയിരിക്കില്ല, മീറ്ററിൽ തന്നെ ആയിരിക്കുള്ളൂ. അപ്പൊ നിങ്ങളത് മീറ്റർ ആക്കിക്കോ, കുഴപ്പമില്ല. അപ്പോ ഇതിന്റെ റേഡിയസ് എത്രയാ? 20 മീറ്റർ എന്നും ഹൈറ്റ് എത്രയാ? 15 മീറ്റർ എന്നും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം കണ്ടെത്തേണ്ടത് ഇവിടെ എന്താ ചോദിച്ചാണ്, വാട്ട് ഈസ് ദി സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദി കോൺ? ഓക്കെ, സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദി ടെന്റ്. ഇവിടെ ടെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോൺ ആണ്. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇതിന്റെ സ്ലാന്റ് ഹൈറ്റ്. ഇതാണ് സ്ലാന്റ് ഹൈറ്റ്. ഞാനൊരു കുറുക്ക് വഴി പറഞ്ഞുതരാം. എല്ലാപ്പോഴും പറ്റില്ല, ചില കേസ്. ഒരു റൈറ്റ് ട്രയാങ്കിൾ, അതിന്റെ സൈഡ് 3-4 ആണെങ്കിൽ, പെർപെൻഡിക്കുലർ സൈഡ്സ് 3-4 ആണെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടനസ് 5 ആയിരിക്കും. ഇതിനെ നമുക്ക് 3, 4, 5 ഇൻറ്റു n എന്ന് എഴുതാൻ സാധിക്കും. അതായത് ഇത് ഇരട്ടിയാവുമ്പോൾ ഇതും ഇരട്ടിയാവും, ഇതും ഇരട്ടിയാവും. ഇത് 3 ഇരട്ടിയാവുമ്പോഴോ ഇതും 3 ഇരട്ടിയാവും, ഇതും 3 ഇരട്ടിയാവും. ഇവിടെ നിങ്ങൾ നോക്കിയേ, 15ഉം 20ഉം തന്നിട്ടുണ്ട്. 15ഉം 20ഉം 3 ഇൻറ്റു 5 ചെയ്താൽ 15 കിട്ടും. 4 ഇൻറ്റു 5 ചെയ്താൽ 20 കിട്ടും. 5 ഇൻറ്റു 5 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 25 കിട്ടും. അപ്പോൾ സ്ലാന്റ് ഹൈറ്റ് എന്തായിരിക്കും? 25 മീറ്റർ. എ ക്വസ്റ്റ്യൻ ആൻസർ. അത് കിട്ടാത്തവരുണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, എന്താ? L² = h² + r². അത് സോൾവ് ചെയ്ത് വെച്ചിട്ട് L കിട്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതിനേക്കാൾ എളുപ്പ വഴികൾ നമ്മൾ പരമാവധി ചെയ്യാൻ നോക്കുക. കുറെ ക്വസ്റ്റ്യൻസിൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറുക്ക് വഴിയിലൂടെ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, പെട്ടെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കത്തില്ല. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ പാറ്റേണിൽ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മെത്തേഡൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദി ടെന്റ് എന്താ? 25 മീറ്റർ. എ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. ഇനി ബി ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാണ്, ഹൗ മച്ച് സ്ക്വയർ മീറ്റർ ഓഫ് ക്യാൻവാസ് ഈസ് നീഡഡ് ടു മേക്ക് ഇറ്റ്? ശ്രദ്ധിക്കുക, ഒരു കോണിക്കൽ ഷേപ്പ് പെയിന്റ് അടിക്കുക അല്ലെങ്കിൽ ഒരു ടെന്റ് രൂപീകരിക്കുക, ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ അവിടെ കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ ആണ്. ശ്രദ്ധിക്കുക, ഒരു കോൺ, ഇപ്പൊ നമ്മൾ ബർത്ത്ഡേക്കൊക്കെ തലവേക്കണ തൊപ്പിയേക്കില്ലേ, അതിന് വർണ്ണക്കടലാസ് ചുറ്റി, അല്ലെങ്കിൽ ഇതുപോലെ ടെന്റ്, അതിനകത്ത് എത്ര ക്യാൻവാസ് വേണ്ടി വരും, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ? കേർവ്ഡ് സർഫസ് ഏരിയ ആണ്. ഓക്കെ, കേർവ്ഡ് സർഫസ് ഏരിയക്ക് വേണ്ട എന്താ? πRL. പൈയുടെ വാല്യൂ അതുപോലെ തന്നെ കൊടുത്താൽ 3.14 ഒന്നും കൊടുക്കണ്ട. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ തുടക്കം തന്നെ വളരെ വ്യക്തമായിട്ട് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടാവും. √2, √3, π എന്നീ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതാണ്. അത് വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു സമയം കളയണ്ടായിട്ടുണ്ടോ? പൈയുടെ വാല്യൂ 3.14, അത് ഗുണിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ 1 മിനിറ്റ് നഷ്ടപ്പെടും. വളരെ വിലപ്പെട്ട സമയമാണ്. അത് പാഴാക്കാണ്ട് ഇതുപോലുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഇവിടെ R എത്രയാ? റേഡിയസ് എത്രയാ? 20. L എത്രയാ? സ്ലാന്റ് ഹൈറ്റ് എത്രയാ? സ്ലാന്റ് ഹൈറ്റ് എത്രയാ? 25. 25 ഇൻറ്റു 2 50 ആണ്. അപ്പോൾ എന്ത് വരും? 500 എന്ന് വരും. ഇവിടെ 500 π മീറ്റർ സ്ക്വയർ എന്ന് വരും. എന്ത് വന്നു? 500 π മീറ്റർ സ്ക്വയർ. ഇതാണ് എന്ത്? ഇതിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ. അതായത് നമ്മൾ എന്ത് ചെയ്യണേ? ആ ഒരു ക്യാൻവാസ് എന്തോരം വേണ്ടി വരും? 500 π മീറ്റർ സ്ക്വയർ വേണ്ടി വരും. ഇനി സി ക്വസ്റ്റ്യൻ, ഇതിന്റെ കോസ്റ്റ് കണ്ടെത്താനാണ്. കാൽക്കുലേറ്റ് ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാൻവാസ് നീഡഡ് ടു മേക്ക് ദി ടെന്റ് അറ്റ് ദി റേറ്റ് ഓഫ് ₹16 per സ്ക്വയർ മീറ്റർ. 1 മീറ്റർ സ്ക്വയറിന് എത്രയാ ചെലവ് തന്നെ? 60 രൂപ. ഇവിടെ നമുക്ക് എത്ര മീറ്റർ സ്ക്വയർ ഉണ്ട്? 500 π ഇല്ലേ? അപ്പോൾ റേറ്റ് എത്രയായിരിക്കും, അല്ലെങ്കിൽ കോസ്റ്റ് എത്രയായിരിക്കും? 500 π ഇൻറ്റു 60 ചെയ്യണം. മനസ്സിലായോ? ഇപ്പോ സ്ക്വയർ മീറ്ററിന് 3 രൂപയാണെന്ന് പറയുകയാണെങ്കിലോ 500 π ഇൻറ്റു 3 ചെയ്യണം. അപ്പോൾ എന്ത് വരും? 6 × 5 30. എന്നിട്ട് എത്ര പൂജ്യങ്ങൾ കൂടി ചേർക്കണം? 3 പൂജ്യങ്ങൾ കൂടി ചേർക്കണം. അത്രയും π റുപ്പീസ്.
നിങ്ങൾ പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേറെ സമയം കളയണ്ട. ഇത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഒരു കാര്യം കൂടി ചോദിക്കാം, ഒരു കാര്യം കൂടി പറയാം. സപ്പോസ് ഇത് സെന്റിമീറ്ററിലാണ് തന്നേക്കണതെങ്കിൽ മീറ്ററിലേക്ക് മാറ്റാൻ, അതായത് കോസ്റ്റിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഡിവൈഡഡ് ബൈ 10,000 ചെയ്യണം. ഒന്നുകൂടി പറയാം, നിങ്ങൾക്ക് ഇവിടെ സെന്റിമീറ്ററിലാണ് തന്നേക്കണമെങ്കിൽ അതിനെ മീറ്റർ സ്ക്വയർ ആക്കാനായിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 10,000 ചെയ്യണം, എങ്കിലേ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് ഇതിന്റെ ഉത്തരം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആയി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? പോളിനോമിയലാണ്. പോളിനോമിയലിൽ നിങ്ങൾക്ക് 4 മാർക്കേ വരുള്ളൂ. അത് ഇത്തരത്തിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കുള്ളൂ. ഓക്കെ, ഇവിടെ നോക്കിയേ, പി ഓഫ് എക്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പി ഓഫ് എക്സ് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 9. നിങ്ങൾക്ക് 2 കാര്യങ്ങളാണ് എ ക്വസ്റ്റ്യനിൽ കണ്ടെത്താൻ പറയുന്നത്. പി ഓഫ് 2 കണ്ടെത്തണം, അതുപോലെ ആരെയും കണ്ടെത്തണം? പി ഓഫ് 3 കണ്ടെത്തണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പി ഓഫ് 2 കണ്ടെത്താം. പി ഓഫ് 2 എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ 2 കൊടുക്കാം. 2 സ്ക്വയർ മൈനസ് 5 × 2 പ്ലസ് 9. 2 സ്ക്വയർ എത്രയാ? 4. 5 × 2 എത്രയാ? 10 പ്ലസ് 9 എന്ത് വരും? 4 ന്ന് 10 കുറയ്ക്കുമ്പോൾ -6. -6 പ്ലസ് 9 എത്രയാ? 3. ഇനി പി ഓഫ് 3 ഇതുപോലെ കണ്ടെത്താം. പി ഓഫ് 3 എന്താ? 3 സ്ക്വയർ മൈനസ് 5 × 3 പ്ലസ് 9. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. 9 മൈനസ് 15 പ്ലസ് 9. 9 ന്ന് 15 കുറയ്ക്കുമ്പോൾ -6. -6 പ്ലസ് 9 എത്രയാ? ഇതും 3 തന്നെ. എപ്പോഴും അത് ഈക്വൽ ആയിട്ട് വരണമെന്നില്ല, എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അത് 2 ഈക്വൽ ആയി വന്നുള്ളൂ. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബി ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. സിമ്പിൾ ആയിട്ട് പറയാം, പി ഓഫ് എക്സ് ആദ്യം പി ഓഫ് 2 കുറയ്ക്കാം. പി ഓഫ് എക്സ് എന്താ? എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 9. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? പി ഓഫ് 2 എത്രയാ? 3 കുറയ്ക്കണം. അപ്പൊ എന്തോന്നു? എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. ഇത്രയും നിർത്താം. ഇനി ഞാൻ ഒരു കുറുക്കുവഴി പറഞ്ഞുതരാം. ഇത് ഈക്വൽ ടു 0 എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ഇത് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഞാൻ നേരത്തെ പെരിമീറ്ററിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് ഓർക്കണ്ടോ? ആ ഒരു രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാം? കൂട്ടുമ്പോൾ എന്ത് വരണം? ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ. -5ന്റെ ഓപ്പോസിറ്റ് എന്താ? +5. ഗുണിക്കുമ്പോഴോ ഇതിന്റെ സെയിം സൈൻ എത്രയാ? 6. കൂട്ടുമ്പോൾ 5ഉം ഗുണിക്കുമ്പോൾ 6ഉം കിട്ടുന്ന സംഖ്യകൾ ഏതൊക്കെയാ? 2, 3 അല്ലേ? അത് നമുക്ക് പെട്ടെന്ന് കിട്ടും. 2, 3 ആണ് കൂട്ടുമ്പോൾ 5ഉം ഗുണിക്കുമ്പോൾ 6ഉം കിട്ടുന്നത്. ഇനി പ്രൊഡക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതണേന്ന് ചോദിച്ചാൽ, ഇതിനെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതണമെന്ന് ചോദിച്ചാൽ, ഇവിടെ പ്ലസ് ആയിട്ട് നമ്മളത് മൈനസ് ആയിട്ട് എഴുതാം. x - 2 × x - 3. ഇത്രയുള്ളൂ ആൻസർ. മനസ്സിലായോ? സപ്പോസ് ഇവിടെ കിട്ടിയത് -2 - 3 ആണെങ്കിലോ x + 2 × x + 3 എന്ന് വരും. ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഇതേ പോളിനോമിയൽ വരണമെന്നല്ല, ചിലപ്പോൾ ഇവിടെ x സ്ക്വയർ മൈനസ് 5x പ്ലസ് 9 സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു പോളിനോമിയൽ വരാം. നിങ്ങൾക്ക് എന്തായാലും ഇതുപോലൊരു ചോദ്യം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണെങ്കിൽ മാത്രമേ ഈ രീതി ചെയ്യാൻ പറ്റുള്ളൂ. ഏത്? കൂട്ടുമ്പോൾ ഈ നമ്പർ, ഗുണിക്കുമ്പോൾ ആ നമ്പർ എന്നുള്ള കൺസെപ്റ്റ്. ഇവിടെ 2ഓ 3ഓ ഒക്കെ വരാണെങ്കിൽ എന്ത് ചെയ്യണം? -b പ്ലസ് ഓർ മൈനസ് ആ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. ഏത് ഇക്വേഷൻ? ഈ ഒരു ഇക്വേഷൻ -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a. ഈ ഒരു ഇക്വേഷനിലൂടെ ചെയ്യണം. ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഇക്വേഷനിലൂടെ ചെയ്യാൻ പറ്റും, പക്ഷെ അത് കൂടുതൽ സ്റ്റെപ്പ് നമുക്ക് എടുക്കും. അതുകൊണ്ട് നമ്മൾ സമയം ലാഭിക്കുന്നതിന് വേണ്ടി വളരെ സിംപ്ലസ്റ്റ് മെത്തേഡ് തന്നെ ഫോളോ അപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കി മക്കളെ, സ്റ്റാറ്റിസ്റ്റിക്സ് 5 മാർക്ക് ഉറപ്പാണ് മക്കളെ. ഇത് ഉറപ്പിച്ചോ നിങ്ങൾ? 5 മാർക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ഉണ്ടാവും. മീഡിയം കണ്ടെത്താനായിരിക്കും ക്വസ്റ്റ്യൻ ഇതുപോലെ വളച്ചു കെട്ടി കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും, പക്ഷെ എല്ലാത്തിലും സെയിം പ്രൊസീജിയർ ആണുള്ളത്. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ബോക്സ് ഇതുപോലെ തന്നെ വരയ്ക്കാം. ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ, ഇതുപോലെ വരയ്ക്കണ്ട. ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ വരയ്ക്കാം. എന്നിട്ട് ഞാൻ ഇതിൽ തന്നെ ചെയ്യാം, വേറെ പ്രത്യേകിച്ച് വരയ്ക്കണ്ടല്ലോ. ഇത് മാറ്റാം. ഇതെന്താക്കുക? 500 to 600 എന്നുള്ളത് <600 എന്നാക്കുക. എന്താക്കുക? <600. 600 താഴെയാണല്ലോ, അല്ലെങ്കിൽ up to 600 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇവിടെ എന്തായി? <700. ഇവിടെയോ <800. ഇവിടെയോ <900. ഇവിടെയോ <1000. ആദ്യം തന്നെ നിങ്ങൾ അങ്ങനെ എഴുതി മാറ്റുക. കുറച്ച് കാര്യങ്ങൾ അങ്ങനെ എഴുതി മാറ്റുക. ഇത് വേറെ ബോക്സ് ആയിട്ട് നിങ്ങൾ വരയ്ക്കണം എക്സാമിന് എഴുതുമ്പോൾ. ഇനി ചെയ്യേണ്ട കാര്യം, ഇതിൽ നമ്പർ എത്രയാണ്? 35. n എത്രയാ? 35. ഇനി ഈ കോളത്തിനെ 2 ആക്കുക. ഈ കോളത്തിനെ 2 ആക്കുക. എന്നിട്ട് ഈ 5 ഇവിടേക്ക് ഇറക്കി എഴുതാം. 5നോട് കൂടി 7 കൂട്ടിയിട്ട് ഇവിടെ ഇറക്കി എഴുതാം. 12നോട് കൂടി 10 കൂട്ടിയിട്ട് ഇവിടെ ഇറക്കി എഴുതാം.
പിന്നെയോ 22 കൂടി 8 കൂട്ടിയിട്ട് ഇവിടെ ഇറക്കി എഴുതാം. 30 കൂടി 5 കൂട്ടിയിട്ട് ഇവിടെ ഇറക്കി എഴുതാം. അപ്പൊ എന്ത് തോന്നുന്നു? 35. ഇവിടെ വരുന്ന നമ്പറും ഈക്വൽ ആയിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ 35 ഇവിടെ 34 കിട്ടിയേക്കണമെങ്കിൽ നിങ്ങൾ കൂട്ടിയേക്കണേന് മിസ്റ്റേക്ക് ആവാം. അപ്പൊ ഒന്നുകൂടി അത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടും. ഇവിടെ എന്താ 35. n ഓഡ് വരാണെങ്കിൽ മീഡിയൻ ഒരു സ്ഥാനത്തേ വരുള്ളൂ. n ഈവൺ വരാണെങ്കിലോ രണ്ടാൾക്കാരും നടുക്കായിട്ട് വരും. ഓക്കെ, n 35 കിട്ടി. ആദ്യം തന്നെ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പൊസിഷൻ ഈസ് ടേക്കൺ ആസ് മീഡിയൻ? പൊസിഷൻ കണ്ടെത്താനായിട്ട് n ഓഡ് വരുമ്പോൾ അതിനോടുകൂടി 1 കൂട്ടുക ബൈ 2 ചെയ്യാം. n ഓഡ് വരുമ്പോൾ എന്ത് ചെയ്യണം? അതിനോടുകൂടി 1 കൂട്ടുക ബൈ 2 ചെയ്യണം. 35 1 36. 36 ബൈ 2 എത്രയാ? 18. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ എഴുതി പോകുമ്പോൾ 18ാമത്തെ ആളുടെ ഡെയിലി വേജ് എന്താണോ അതായിരിക്കും എന്ത് മീഡിയൻ ആയിട്ട് വരിക. അതാണ് നമുക്കിവിടെ കണ്ടെത്തേണ്ടത്. എ ക്വസ്റ്റ്യൻ ആൻസർ ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും. ഇനി ബി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബി ക്വസ്റ്റ്യൻ എന്താ? വാട്ട് വിൽ ബി ദി അസ്യൂംഡ് വേജ് ഓഫ് ദി 13th വർക്കർ? 13ാമത്തെ ജോലിക്കാരന്റെ ദിവസവേതനം കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പറഞ്ഞു തീർക്കാനുണ്ട്. 5 പേര് വരെ ഇവിടെ എത്തി, 12 പേര് വരെ ഇവിടെ എത്തി, 22 പേര് വരെ ഇവിടെ എത്തി. നമുക്ക് വേണ്ടത് 18ാമത്തെ ആളെയാണ്. 18ാമത്തെ ആൾ വരുന്ന സ്ഥാനം നിർണ്ണയിക്കണം. 5 വരെ ഇവിടെ, 12 വരെ ഇവിടെ, 22 വരെ ഇവിടെ. അപ്പോ 13 മുതൽ 22 വരെ വരുന്നത് എവിടെയാ? ഇവിടെയല്ലേ? 12 വരെ ഇവിടെ വന്നു. 13 മുതൽ 22 വരെ എവിടെ വരാ? ഇവിടെയാണ് വരിക. ഓക്കെ, അത് ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കാം. ഇനി ചെയ്യേണ്ടത് ഇവിടുത്തെ ഡെയിലി വേജ് എത്രയാ? 700നും 800നും ഇടയിൽ. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് മീഡിയൻ ആയിട്ട് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? 700നും 800നും ഇടയിലായിരിക്കും ഉറപ്പ്. നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ഇപ്പൊ 915 ആണെങ്കിലോ ഉത്തരം തെറ്റാണ്. കാരണം 700 800നും ഇടയിലുള്ള വാല്യൂ ആണ് ഉത്തരം കിട്ടും. അതിന് പുറത്തേക്കോ അകത്തേക്കോ പോവില്ല. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഡി കണ്ടുപിടിക്കണം. ഡി കണ്ടുപിടിക്കണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഡിഫറൻസ് എത്രയാ? 700 800 തമ്മിൽ 800 700 തമ്മിൽ എത്രയാണ് വ്യത്യാസം? 100 അല്ലേ? 100 ഡിവൈഡഡ് ബൈ ഇവിടെ വരുന്ന സംഖ്യ എത്രയാണോ അത്. അതായത് നമ്മൾ ഇങ്ങനെ ഒരു ബോക്സ് അടിച്ചല്ലേ, അതിൽ ഇവിടെ വരുന്ന സംഖ്യ എത്രയാണോ അത് വെച്ചായിരിക്കുക എന്ത് വരും? 10 എന്ന് വരും. അപ്പൊ ഡി എന്ത് കിട്ടി? 10 എന്ന് കിട്ടി. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യനോട് ചോദിക്കുന്ന കാര്യത്തിലേക്ക് പോവാം. വാട്ട് വിൽ ബി ദി അസ്യൂംഡ് വേജ് ഓഫ് ദി 13th വർക്കർ? നിങ്ങൾക്ക് എന്തായാലും ഇവിടെ ചോദിക്കുമ്പോൾ ഈ ലിസ്റ്റ് തുടങ്ങുന്നത് ആരാണോ ആ ആളുടെ ആയിരിക്കുള്ളൂ ഇവിടെ ചോദിക്കാം. ഈ ലിസ്റ്റിൽ 12 വരെ ഇവിടെ വന്നു. 13ാമനല്ലേ ഇവിടുത്തെ ആദ്യത്തെ ആള്. ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ ഈ ലിസ്റ്റിലുള്ള ആദ്യത്തെ ആളുടെ ദിവസവേതനമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി X13 നമുക്ക് എഴുതാം. X13 കണ്ടുപിടിക്കുന്നത് ഇവിടുത്തെ മിനിമം വാല്യൂ എത്രയാ? 700. അതിനോട് കൂടി ഡിയുടെ പകുതി കൂട്ടുക. അപ്പൊ എന്ത് വരും? 700 പ്ലസ് ഡിയുടെ പകുതി എത്രയാ? 5. 705 റുപ്പീസ് എന്ന് വരും. ഇവിടെ യൂണിറ്റ് റുപ്പീസ് എഴുതണോട്ടോ, അതിനൊക്കെ മാർക്ക് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് മീഡിയൻ. മീഡിയൻ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ആളുടെയാ? 18ാമന്റെ അല്ലേ? 18ാമന്റെ ദിവസവേതനം അല്ലേ? 18ാമന്റെ ദിവസവേതനം എങ്ങനെ കണ്ടുപിടിക്കും? 13ാമന്റെ വരെ നമുക്കറിയാം. അതിനോടുകൂടി 5D കൂട്ടിയാൽ പോരെ? 13ാമന്റെ ദിവസവേതനം നമുക്കറിയാം. അവന്റെ ദിവസവേതനത്തോടു കൂടി 5D കൂട്ടിയാൽ മതി. എന്ത് വരും? 705 പ്ലസ് 50. 5D എന്ന് പറഞ്ഞാൽ 5 × 10 50. എത്ര വരും? 755 റുപ്പീസ്. ഇതാണ് ഉത്തരം. ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്കാണ്. മക്കളെ, നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസിൽ ബുദ്ധിമുട്ടുണ്ടാവും, ചില ക്വസ്റ്റ്യൻസിൽ എളുപ്പമുണ്ടാവും. അതിൽ എളുപ്പമായിട്ട് ചോദിക്കുന്ന 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതുപോലെ ഉള്ള മീഡിയൻ കണ്ടുപിടിക്കാനുള്ള സ്റ്റാറ്റിസ്റ്റിക്സിലെ ക്വസ്റ്റ്യൻ. സ്റ്റാറ്റിസ്റ്റിക്സിന് ആകെ 7 മാർക്കാണ് വെയിറ്റേജ് ഉള്ളത്. 5 മാർക്ക് ഇങ്ങനെയും 2 മാർക്ക് മീനും മീഡിയനും കണ്ടുപിടിക്കാനായിട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ. കുറച്ച് നമ്പറുകൾ വന്നിട്ട് അതിന് മീനും മീഡിയനും കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി കാണുമല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെന്റിമീറ്റർ. മാർക്ക് എ പോയിന്റ് 6.5 സെന്റിമീറ്റർ അവേ ഫ്രം ദി സെന്റർ. ഇത് നമുക്ക് വരയ്ക്കാനാണ്. നിങ്ങൾക്ക് മോഡലിൽ ചോദിച്ച ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് എല്ലാ തവണ ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2.5 സെന്റിമീറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കാം. 2.5 സെന്റിമീറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യുന്നേ? മാർക്ക് എ പോയിന്റ് 6.5 സെന്റിമീറ്റർ ഫ്രം ദി സെന്റർ. സെന്ററിൽ നിന്ന് 6.5 സെന്റിമീറ്റർ അകലെ ഒരു ബിന്ദു രേഖപ്പെടുത്തുക. ആ ബിന്ദുവിന് ഞാൻ എ എന്ന് പേര് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇനി എന്ത് ചെയ്യണ്ടേ? ഡ്രോ ദി ടാൻജന്റ് ടു ദി സർക്കിൾ ഫ്രം ദിസ് പോയിന്റ്. ഈ ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് ടാൻജൻസ് വരയ്ക്കാനാണ് പറഞ്ഞത്. 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു ഔട്ട്സൈഡ് പോയിന്റിൽ നിന്ന് ഒരു സർക്കിളിലേക്ക് എത്ര ടാൻജന്റ് വരയ്ക്കാം?
2 ടാൻജന്റ്. എപ്പോഴും അത് അങ്ങനെ തന്നെയായിരിക്കും. ഒരു സർക്കിളിന്റെ ഔട്ട്സൈഡ് പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് എത്ര ടാൻജന്റ് വരയ്ക്കാം? 2 എണ്ണം. അതുപോലെ തന്നെ ആ 2 ടാൻജന്റിന്റെ നീളം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്നതാണ്. ഈക്വൽ ആയിരിക്കും ആ 2 ടാൻജന്റ്. അതെങ്ങനെ വരയ്ക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഈ പോയിന്റിന്റെയും ഈ പോയിന്റിന്റെയും മിഡ് പോയിന്റ് എടുക്കാം. 6.5 സെന്റിമീറ്റർ മിഡ് പോയിന്റ് എടുക്കാൻ പറ്റില്ലല്ലോ, കൃത്യമായിട്ട് നമുക്ക് അളന്നെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. ഇവിടെ കോമ്പസ് കുത്ത പകുതിയേക്കാൾ കൂടുതൽ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെയും ഇവിടെയും ആർക്ക് വരയ്ക്കാം. അതുപോലെ തന്നെ ഇവിടെ കുത്തിയിട്ടും ആർക്കുകൾ വരയ്ക്കാം. എന്ത് ചെയ്യാം? ഇത് കണക്ട് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ മിഡ് പോയിന്റ്. ഇതിപ്പോ ഒരു 7 സെന്റിമീറ്റർ ആണ് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ 3.5 എവിടെയാണോ വന്നെ അവിടെ നമുക്ക് ആ പോയിന്റ് മാർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ചെയ്യേണ്ടത് ഈ പോയിന്റിൽ കോമ്പസ് കുത്തിയിട്ട് ഈ ഡിസ്റ്റൻസ് എടുക്കാം. ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, സെന്ററിൽ കൂടെ പാസ് ചെയ്യണ ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇവിടെയും ഒരു പോയിന്റ് കിട്ടി, ഇവിടെയും ഒരു പോയിന്റ് കിട്ടി. അതിന് ബി എന്നും സി എന്നും പേര് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണ്ടേ? ഈ പി എന്ന പോയിന്റും ഇത് തമ്മിൽ കൂട്ടി വരയ്ക്കുക. ആ വരയ്ക്കണ 2 വരകളായിരിക്കും എന്ത്? ടാൻജന്റ്. ഈ എ സിയുടെയും ബി സിയുടെയും നീളം തുല്യമായിരിക്കും. ഇവിടെ അതും കൂടി ചോദിച്ചിട്ടുണ്ട്. മെഷർ ആൻഡ് റൈറ്റ് ദി ലെങ്ത് ഓഫ് ദി ടാൻജന്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ 2 ടാൻജന്റിന്റെ നീളം നിങ്ങൾ അളന്ന് എഴുതണം. ഒരു കാര്യം ഞാൻ പറയാം, അത് 6.5 ചെറുതായിരിക്കും. ചിലപ്പോൾ 6.4 6.2 അങ്ങനെയൊക്കെ ആയിരിക്കാം. അതുകൂടി നിങ്ങൾ അളന്ന് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുക. ഓക്കെ,